ಬಾಳೆಶು ಬಾಳಲ್ಲಿ ಎಲ್ಲ ನೀನೆ ನನ್ನವರ ದೂರ ಮಾಡಿ ಈ ಮೌನವೇಕೋ ನಾನೇನೋ ಮಾತಾಡಲಾರೆ ಮಾದೇವರ ದಯಾಬಾರದೆ ഞങ്ങൾ മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലെ ഫീനിക്സ് കൾച്ചറൽ ഫോറത്തിൻ്റെ കൂട്ടായ്മയിൽ ഹിമാവാദ് ഗോപാലസ്വാമി ബെട്ട അവിടെ ഒരു ഏകദിന വിനോദയാത്ര നടത്തുകയുണ്ടായി. ആ വിനോദയാത്രയ്ക്കിടയിലുള്ള ഹിമാവാദ് ഗോപാലസ്വാമി ബെട്ട ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് ക്ഷേത്ര കവാടമാണ്. സ്വർണ്ണ നിറം ചാർത്തിയ തൂണിൽ ഗോപാലസ്വാമിയുടെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നു. ആ പ്രദേശത്തെ കുന്നിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലുള്ള പ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ നടവഴിയാണ്. അപ്പോൾ ഇതിലൂടെ നടക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുള്ള യാചകന്മാരെയാണ്. അവർ പണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൈനീട്ടുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റിലുമായിട്ട് നിരന്നു നിൽക്കുന്ന വലിയ മലനിരകൾ കാണാൻ വേണ്ടി സാധിക്കും. ആ പ്രദേശത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ആ പ്രദേശത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു വശ്യമനോഹാരിത, പിന്നെ ഒരു അന്തരീക്ഷത്തിൻ്റെ ഒരു ആകർഷണീയതയും ഈ ക്ഷേത്രത്തിൽ നമുക്ക് അനുഭവിക്കാൻ വേണ്ടി. ക്ഷേത്രത്തിലെ പ്രസാദ വിതരണമാണ്. അരിയും അതുപോലെ തന്നെ കറിയും മിക്സ് ആക്കിയിട്ടുള്ള വളരെ പ്രത്യേക രീതിയിലുള്ള പ്രസാദമാണ് ഇവിടെ കൊടുക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടമാണ് ഇവിടെ കാണുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ ഉൾവശത്തിൻ്റെ തൊട്ട് മുമ്പിൽ. ഉൾവശത്തേക്ക് ക്യാമറ എടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങ് പോകാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിനകത്ത് ഗോപാലസ്വാമിയുടെ, അതായത് ശ്രീകൃഷ്ണൻ്റെ കരിങ്കല്ല് കൊണ്ടുള്ള ഒരു പ്രതിമയാണ് ഉള്ളത്. ഇത് ക്ഷേത്രത്തിൻ്റെ പുറമേയുള്ള മുകൾ ഭാഗമാണ്. ഗോപാലസ്വാമിയുടെ പരിചാരകരായിരിക്കാം. തീർത്തും ഒരു മൊട്ടക്കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. ഒരുപക്ഷെ ഈ ക്ഷേത്രം ഇല്ലായിരുന്നെങ്കിൽ ഇത് വെറും ഒരു കുന്ന് മാത്രമായിട്ട് മാറുമായിരുന്നു. ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു കലവറ മാത്രമായിട്ട് ഇത് മാറുമായിരുന്നു. ഇങ്ങനെ ഒരു സന്ദർശകത്തിൻ്റെ ഒരു സാധ്യത പോലും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. നല്ല വെയിലുള്ള സമയത്താണ് നമ്മളവിടെ പോയതെങ്കിലും വെയിൽ അങ്ങനെ നമുക്ക് അനുഭവപ്പെടുന്നില്ല. വെയിൽ എന്ന് വെച്ചാൽ അതിൻ്റെ ചൂട് അനുഭവപ്പെടുന്നില്ല. കാറ്റ് നിരന്തരം വീശിക്കൊണ്ടിരിക്കുകയാണ്, നല്ല തണുപ്പുള്ള കാറ്റ്. ഇതിൻ്റെ ചുറ്റും ഈ കാണുന്ന പോലെയുള്ള നിരകളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷ ചാരുത ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ സംഭവം കണ്ട് ഇത് ഞാൻ കുറേ സമയം നോക്കി, ഇതെന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. ചോദിക്കാൻ പറ്റിയ ആരും അവിടെ കാണുന്നില്ല. ഒരു ടവലിൻ്റെ അകത്ത് കുപ്പിവള കെട്ടിവെച്ചിരിക്കുകയാണ്. ആ ക്ഷേത്രത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ആചാരമായിരിക്കാം. ക്ഷേത്ര ചുറ്റുമതിലിന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇതുപോലെയുള്ള ഒരു ഇടുങ്ങിയ കവാടത്തിലൂടെയാണ്. നേരെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വിജനമായ ഒരു മൊട്ടക്കുന്നിൻ്റെ അടുത്താണ് നമ്മളെത്തുക. പിന്നെ അങ്ങോട്ടേക്ക് വേറെ മരങ്ങളോ ഒന്നുമില്ല. ഈ ക്ഷേത്രം മാത്രം. നോക്കത്താ ദൂരത്ത് നീണ്ടു നിൽക്കുന്ന കുന്നുകൾ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇടക്കലം ചെറിയ മരങ്ങൾ കാണാം. ഇതിവിടെ തീർത്ഥാടനത്തിന് വന്നിരിക്കുന്ന ആൾക്കാരാണ്. രണ്ട് മുസ്ലിം സ്ത്രീയും പുരുഷനുമാണെന്ന് തോന്നുന്നു. ജാതിമത ഭേദമില്ലാതെയാണ് ഇവിടെ ആൾക്കാർ വരുന്നത് എന്നതിൻ്റെ ഒരു തെളിവാണ് കാണുന്നത്. ഇത് ഗോപാലസ്വാമിയുടെ നാമം നിരന്തരം പറഞ്ഞുകൊണ്ട് ആ ദക്ഷിണ സ്വീകരിക്കുന്ന വ്യക്തികളാണ് ഇവിടെ കാണുന്നത്. അവർ തന്നെ നടക്കാൻ വേണ്ടി പറ്റാത്തൊരു സ്ത്രീയെ കൊണ്ടുപോകുന്ന ചെറിയൊരു കാഴ്ചയും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ക്ഷേത്ര കാഴ്ചകൾ കണ്ട് താഴ്വാരത്തെത്തിയ സമയത്ത് കണ്ട കാഴ്ചയാണിത്. കുറച്ച് സ്ത്രീകൾ ഒരേ ഡ്രസ്സിൽ, ചുവന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് വരുന്നത്. ഇതൊന്നുകിൽ അവരുടെ ഡ്രസ് കോഡായിരിക്കാം, അതല്ലെങ്കിൽ തീർത്ഥാടനത്തിന് പുറപ്പെടുന്ന സമയത്ത് ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ചുവപ്പണിഞ്ഞതാവാം. എന്നിരുന്നാലും ഒരു നമസ്കാരം കൊടുക്കാൻ വേണ്ടി തോന്നി. മനസ്സുകൊണ്ട് അറിയാതെ ഒരു നമോഭാഗം പറഞ്ഞുപോയി.
ഞാനിവിടെ വീഡിയോസ് നിർത്തുകയാണ്. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ കൂടുതൽ വീഡിയോസൊന്നും ഇവിടെ എടുക്കാനില്ല. ഒരുപാട് ചിത്രപ്പണികളോ കൊത്തുപണികളോ മറ്റ് വിഗ്രഹങ്ങളോ ഒന്നും തന്നെയില്ല. പ്ലെയിൻ ആയിട്ടുള്ള ചുവരാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോപാൽ സ്വാമിയുടെ കരിങ്കല്ല് കൊണ്ടുള്ള ഒരു ശില്പമാണുള്ളത്. ഇതിൻ്റെ അകത്ത് കയറിയവർക്ക് ദക്ഷിണ കൊടുക്കുന്നവർക്ക് അവിടെ ഒരു വടിയുണ്ട്. അതിൻ്റെ അകത്ത് ദക്ഷിണ വാങ്ങുന്ന വ്യക്തിയുടെ കയ്യിൽ ഒരു വടിയുണ്ട്. ആ വടി കൊണ്ട് തലക്കൊരു അടി തന്നിട്ടൊരു അനുഗ്രഹം കിട്ടുന്ന ഒരു സമ്പ്രദായമാണ് ഇതിൻ്റെ അകത്തുള്ളത്. വേറെ കൂടുതലായിട്ടുള്ള ആചാരങ്ങളും പിന്നെ ഒന്നും അതിൻ്റെ അകത്ത് കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ നടന്നൊരു ചെറിയൊരു ഇടവഴിയിലൂടെ നടക്കുക, നടന്ന് ദക്ഷിണ കൊടുക്കുക, ഈ പറയുന്ന ദക്ഷിണ വാങ്ങുന്ന പൂജാരിയുടെ കയ്യിലുള്ള വടി കൊണ്ട് തലക്ക് ഒരു അടി കിട്ടും. അപ്പോൾ അത് അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ രീതിയാണ്. പിന്നെ ഒരു പ്രസാദം കഴിക്കാതെ പുറത്തൊക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരിക എന്നത് മാത്രമാണ് ഈ പറയുന്ന ഗോപാൽ സ്വാമി പേട്ടിലുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഒരു അനുഭവം. പിന്നെ ഒന്ന് പറയാനുള്ളത്, നമ്മളിവിടെ വന്ന സമയമെന്ന് പറയുന്നത് പൊരിയുന്ന വെയിലത്തായിപ്പോയി നമ്മളിവിടെ വന്നത്. ശരിക്കും അങ്ങനെ ആയിരുന്നില്ല നമ്മൾ വരേണ്ടത്. ഒന്നുകിൽ നല്ല മഞ്ഞ് വീഴ്ചയുള്ള സമയം, അതല്ലെങ്കിൽ ഒരു ചാറ്റൽ മഴ പാറി അതിനുശേഷം പുൽമേടുകൾ വളർന്ന് പൂക്കളൊക്കെയുള്ള ഒരു വർഷകാലത്തായിരുന്നെങ്കിൽ വളരെ ആസ്വാദ്യനപരമായിട്ടുള്ള ഒരു അനുഭവം നമുക്കിവിടെ ഉണ്ടാകുമായിരുന്നു.